അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ടോ. ഒന്നാമതായിട്ട് വീഡിയോക്ക് ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പർമാരൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ പോവുകയാണല്ലോ എല്ലാവരും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളിന്ന് നെയ്ച്ചോറെന്ന് പേരുള്ളൂ കേട്ടോ. നെയ്യൊന്നും ഒഴിക്കണില്ല. നെയ്യിൻ്റെ ചൊവയോ രുചിയൊക്കെ വന്ന എൻ്റെ ഒരു മോൻ അത് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നെയ്യ് ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എന്നാലും നെയ്ച്ചോറും കോഴിക്കറി എന്ന് പറയാം. എന്തായാലും സാധാ ചോറിൻ്റെ അത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെങ്കിലും സ്കൂളിൽ പഠിത്തമില്ല, കുട്ടികളൊക്കെ ഉണ്ടെന്താനും വെള്ളിയാഴ്ചയുമാണ്. വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒരുമിച്ച് വന്ന പോലെയെന്ന് പറഞ്ഞാൽ സ്കൂളുകളില്ലെങ്കിൽ നല്ല വലിയ പെരുന്നാളല്ലേ നമുക്കൊക്കെ. അപ്പോൾ എന്നാൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിന് 2-3 സവാളയൊക്കെ ആദ്യം കറി ഉണ്ടാക്കുക കേട്ടോ. കറി സാധാരണ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളതിലേക്ക് തേങ്ങ വറുത്തരച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കോഴി പൊരിച്ചതൊന്നും വലിയ ചിലവില്ല ഇവിടെ. എന്തോ ഒരു പ്രത്യേകതയുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു. സാധാരണ കുട്ടികൾ കഴിക്കണതൊന്നും ഇവർക്ക് അങ്ങോട്ട് പിടിക്കണമില്ല. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചതച്ചും അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇറച്ചിയും ചേർത്ത് ഇതൊക്കെ നന്നായിട്ട് സവാളയും ഇതൊക്കെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഊറി വരുമല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാനുള്ള തേങ്ങ ചിരണ്ടാൻ മടിയായതുകൊണ്ടിട്ട് ഇതായിട്ട് എളുപ്പവും. കാരണം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യണത് ഇവരൊക്കെ കേട്ടോ. പൊക്കമില്ല, കസേരയിൽ സ്റ്റൂളിൽ വേറൊരാൾ നിൽപ്പുണ്ട്. അത് കാരണം സ്റ്റൂളിന് ഇടിയാണ് ഇവിടെ. ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ നമ്മൾ ഇത് തേങ്ങ ഇതുപോലെ കൊത്തിയെടുത്തിട്ട് ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ തേങ്ങ ചിരണ്ടതിനേക്കാൾ നന്നായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ അതെന്ത് ചെയ്താൽ മതി, വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങയിട്ട് കുറച്ച് ജീരകവും കുരുമുളകും വേപ്പിലയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കരിയരുത്, മൊരിഞ്ഞ് കിട്ടണം. വെളിച്ചെണ്ണ വേറിട്ട് നിൽക്കണത് വരെ അത് കിട്ടണം. ഇത് ഇളക്കണത് പിള്ളേരാട്ടോ. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഇളക്കൽ. അറിയില്ലാണ്ട് ഇവിടെ ഇളക്കാൻ ഭയങ്കര ഇടിയാണ്. നന്നായിട്ട് അവിടെ കിടന്ന് ഏതായാലും കറിയുടെ മസാല വേണ കൂട്ടത്തിൽ അപ്പോഴേക്കും മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണയിലേക്ക് ഊറി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതിടുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ ചതച്ച് വയ്ക്കുന്ന ഗരം മസാലപ്പൊടി കേട്ടോ. ഇറച്ചിക്കും കോഴിക്കും ഒക്കെ അത് തന്നെ ഇട്ട് എടുക്കണത്, പോത്തിനും കോഴിക്കൊക്കെ. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണത്. ഈ ഡ്രൈ ആയിട്ടുള്ള മസാല മിക്സിയിലേക്ക് ഇടണമെങ്കിൽ ചിലയിടത്ത് പിടിക്കും, ചിലയിടത്ത് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇറച്ചി അതിലേക്ക് ഇട്ട് കുറച്ച് വേപ്പില ഇട്ട് അടച്ചു വയ്ക്കണം. എന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് കരിയാണ്ട് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എണ്ണ പോലെ ആവും. പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് മൊരിഞ്ഞില്ല. ഇവന്മാരെ ഇടിയും വഴക്കും ആയതുകൊണ്ടിട്ട് മൊരിയാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കുറേയൊക്കെ കളഞ്ഞും പിടിച്ചുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് പാചകം ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധയോടുകൂടി പയ്യെ ചെയ്യണം. ഇങ്ങനെ ഇടിയും വഴക്കും ബഹളമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പാടാം. അപ്പോൾ മൊരിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അടിച്ചപ്പോൾ എന്ത് ചെയ്തില്ല, വെളിച്ചെണ്ണ പോലെ വന്നില്ല. നമ്മൾ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇത് ഇങ്ങനെയാണ് വന്നത്. ഒരു 80% വെന്തുള്ളൂ. അപ്പോൾ അത് എന്നാലും ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അപ്പോഴേക്കും മറ്റേ കോഴി മിക്സൊക്കെ ആക്കിയിട്ട് വെച്ചു കേട്ടോ. ഇതിങ്ങനെ ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. അതിനേക്ക് മുമ്പ് നമുക്ക് അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര ഗ്ലാസ് അരിയാണോ എടുത്തത് അത്രയും തന്നെ വെള്ളം
അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം അങ്ങനെ. എന്നിട്ട് കയ്യിലുണ്ടായ എല്ലാവിധ സാധനങ്ങളും അതിലിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാട്ടോ, ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണയിലാണ് ചോറുണ്ടാക്കണത്. പിന്നെ ഞാൻ എപ്പോഴും നെയ്ച്ചോറുണ്ടാക്കുമ്പോഴൊക്കെ ഇടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാഗി ക്യൂബ്സ് കേട്ടോ. അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കൂടാണ്ട് നമ്മുടെ മന്തിയുടെ എളിമാടെ മോനൊക്കെ ആയിട്ട് വരും ഈ ചോറ്. അതുപോലത്തെ ഒരു ചെറിയ, ഈ കുട്ടികൾക്കൊന്നും കറിയില്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നെയ്ച്ചോറിന്. അപ്പോൾ അതവിടെ ഇട്ടു. ഞാൻ വെള്ളം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഇവിടെ കോഴി ഒരുവിധം വെന്തിട്ടുണ്ട്. ഒരു 75% വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ മിക്സ് ഞാൻ പറഞ്ഞില്ലേ, അത് നന്നായിട്ട് മൊരിയാത്തത് കൊണ്ട് തന്നെ അത് വെള്ളം ചേർക്കേണ്ടി വന്നു. നമ്മൾ വെള്ളം ചേർക്കേണ്ടി വന്നു. എന്നിട്ട് അടിച്ചൊഴിച്ചതാണ്. അതിലേക്ക് വേപ്പിലയിട്ട് അതവിടെ കിടന്ന് വേട്ടെ അടച്ചു വെച്ചു. അപ്പോഴേക്കും ഈ വെള്ളം തിളച്ചു. വെള്ളം തിളച്ചിട്ട് അരി ഇട്ടു. പിന്നെ ഞാൻ ഈ അരി ദമ്മ ഒക്കെ ഇട്ട് വെക്കണതിന് പകരം നമ്മളെ സാധാ ചോറ് വെക്കുമ്പോൾ എവിടെയാണോ വെക്കണം, റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഒന്ന് ചോറ് തിളയ്ക്കുമ്പോഴേക്കും റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി. കുക്കറിൻ്റെ അടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, എല്ലാത്തിനും റെഡിയായിട്ട് പിള്ളേർ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഒരു 1 മണിക്കൂറോളം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എടുത്തു നോക്കിയപ്പോഴുള്ള അവസ്ഥയത് നല്ല പാകത്തിന് ഉടഞ്ഞും പോകില്ല, അന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോഴേക്കും പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെയൊന്നും നെയ്യോ ഒന്നും താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവരടുത്ത് പെറുക്കിക്കളയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ സാധാ ചോറ് പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണല്ലോ. ഈ പിള്ളേർ അതിലുള്ള സാമഗ്രികളൊന്നും കഴിക്കില്ല. എന്നിട്ട് ഇതേ ചോറുമായി നമ്മുടെ കച്ചമ്പറും റെഡിയായിട്ടുണ്ട്. അച്ചാറും പപ്പടും ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ കഴിക്കാതിരിക്കുകയാണ്. ഇവരാണ് വെള്ളിയാഴ്ചത്തെ പ്രധാനപ്പെട്ട അതിഥികൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി.